എടി നീ എന്നെ സൂയിക്കോടി ഇങ്ങനെ. അമ്മേ സുരേഷേ ഈ കുടുംബം നഷ്ടടാ. കുടുംബം പോയടാ. അച്ഛാ, ഞാൻ ഇന്ന് ഇച്ചിരി ഓവറായിട്ട് അടിച്ചെന്ന് തോന്നുന്നു. അതായത് ഇന്ന് അമ്മ ഇവളുടെ കാല് തേക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. നീ അടിച്ചതാടാ മാറിപ്പോയത്. എവളടിച്ചത് കറക്റ്റാ. എടാ എവളെ കാലിൽ ആരാ തിരുമിക്കൊണ്ടിരിക്കുന്നത്? അവന് നിന്റെ മദ്യപാനം മുഴുവൻ എടുത്ത് കുടിച്ചുകൊണ്ടാണ് കാണിക്കണത്. എന്നെ തല്ലി അമ്മനെ തല്ലി എല്ലാവരും തല്ലി. ഗുണേശേ, ഗുണേശേ, അയ്യോ. ഇടിക്കുന്നവളെ. നോക്കി ഇരിക്കാതെ. നീ എന്നെ അടിക്കോടി. അടിക്കോടി. എന്തേ നിനക്കെന്ത്? അമ്മയെ വിളിച്ചത്? എന്റെ അമ്മ എന്തുവാണ് നീ വിളിച്ചത്? എടീന്നോ? നീ എന്നെ അടിച്ചോടാ. പിന്നെ അടിച്ചില്ലേ? നീ എന്നെ അടിച്ചോടാ. പിന്നെ നിന്നെ എന്ത് ചെയ്യണം? ഞാൻ ഓങ്ങി വെച്ചേക്കോ. നീ എന്നെ അടിക്കോടാ. നീ എന്നെ അടിക്കോ? അമ്മ കേക്കണോ? അമ്മ ഈ സുരേഷ് ചേട്ടനുണ്ടല്ലോ, സുരേഷ് ചേട്ടൻ എന്റെ കുടുംബത്തിൽ വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ഉയർന്ന നിലയിലെത്തിയത് അറിയാവോ? ഞങ്ങളുടെ അച്ഛനെ അമ്മയൊക്കെ സുരേഷ് ചേട്ടൻ പൊന്നു പോലാ നോക്കുന്നേ അല്ലേട്ടാ? സമ്മതിച്ചുണ്ട്. എന്നിട്ട് ആ പരമാറി അവരെന്റെ അടിക്കുമേ. ഈ വൃത്തികെട്ട മനുഷ്യൻ, പിടിക്കരുത്, വൃത്തികെട്ട മനുഷ്യൻ അവൻ എന്നെ എന്നും തല്ലും. അങ്ങനെ തല്ലാൻ കൊള്ളാമോ അമ്മേ? കൊള്ളാമോ അമ്മേ? കൊള്ളാമോ? ഞാൻ കള്ളുകൂടി നിർത്തി. കള്ളുകൂടി നിർത്തിയോ? കള്ളുകൂടി നിർത്തിയെങ്കിൽ ഞാൻ ഇതുപോലെ കള്ളുകൂടി തുടങ്ങി. എന്തിന്? ഞാൻ തുടങ്ങി. നിന്നെ തല്ലാൻ വേണ്ടിട്ട് ഞാൻ തുടങ്ങൂടാ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നീ ശരിക്കും കൂടി നിർത്തിയോ? സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് മുതൽ ഞാൻ ഇനി മേലിൽ കള്ളു കുടിക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്. നീയാണ് സത്യം, ഞാൻ ഇനി കള്ളു കുടിക്കത്തില്ല. എന്റെ അമ്മച്ചെ കൊണ്ട് സത്യം ചെയ്യ്. എന്റെ അമ്മച്ചാണ് സത്യം, ഞാൻ ഇനി കള്ളു കുടിക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പ്. 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 ഉറപ്പാണെങ്കിൽ സുരേഷ് ചേട്ടാ, ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെ എന്റെ ഒരു അഭിനയമായിരുന്നു. ആ, ഞാൻ കുടിക്കാതെ അഭിനയിച്ചപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ കുടിച്ചിരുന്നങ്ങളുടെ അവസ്ഥ എന്തായേനെ? അതിന് ഞാൻ ഇനി മേലിൽ കള്ളു കുടിക്കത്തില്ലല്ലോ. നീ കുടിക്കില്ലടേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. ഈ കേട്ടാടി, ഭാര്യയുടെ വാക്കും കേട്ടോണ്ട് അവൻ ഇന്നുകൂടി കള്ളൂടി നിർത്തിയത്. പെങ്കോൾ തന്നെ.